തൃശൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ പട്ടാപ്പകൽ മോഷണം 5 പവനും 50,000 രൂപയും കവർന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ ആരുമില്ലാത്തപ്പോഴായിരുന്നു മോഷണം. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, തൃശൂരിൽ ഈ പോലീസുകാരെ മാനം കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ കള്ളന്മാർ ഇറങ്ങുന്നതെന്ന് സംശയം തോന്നുന്നു. കാരണം കഴിഞ്ഞ 2-3 സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ പോലീസ് ക്യാമ്പിൽ നിന്ന് മരം മുറിക്കുന്നു, പോലീസ് സ്റ്റേഷനടുത്തുള്ള ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നു, ഇപ്പോൾ ഒടുവിൽ പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് തന്നെ കയറി മോഷണം. ഗോകുൽ, അത് മാത്രമല്ല, അത് പട്ടാപ്പകലാണ് എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഈ പട്ടാപ്പകൽ മോഷണം നടന്നിരിക്കുന്നത്. നഗരത്തിലാണ്, പോലീസിന്റെ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് പരിസരത്തുണ്ട്, എല്ലാ സുരക്ഷിതത്വമുള്ള പ്രദേശത്താണ്. 5 പവനും 50,000 രൂപയുമാണ് മോഷണം പോയത്. ഇക്കഴിഞ്ഞ 23-നാണ് ഇത്തരത്തിൽ ഉച്ചയോടുകൂടിയാണ് മോഷണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മോഷണ സമയത്ത് ഈ ക്വാർട്ടേഴ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ ഈ മോഷ്ടാവ് കിടപ്പുമുറിയുടെ വാതിലും പൂട്ടിയിരുന്നു. ആ പൂട്ടും തകർത്താണ് അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവും കവർന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദിവസങ്ങൾ ആയിട്ടില്ല ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഒരു രണ്ട് ക്ഷേത്രങ്ങളിൽ, ഒരു മാരിയമ്മൻ ക്ഷേത്രത്തിലും ഒരു ശിവക്ഷേത്രത്തിലും, അത് DIG ഓഫീസ് തൊട്ടപ്പുറത്താണ്. അതിനെ കള്ളനെ ഏതാണ്ട് പോലീസ് ട്രേസ് ചെയ്തു, അവർ കണ്ടെത്തി. പക്ഷേ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ കള്ളൻ തന്നെയാണ് ഇത്തരത്തിൽ പൂട്ട് പൊളിച്ചത് എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് നാണക്കേടാണ്, പട്ടാപ്പകലാണ്. കള്ളൻ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ തൃശൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാനക്കേടും നാണക്കേടുമായി മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരിയാണ് ശ്രീജിത്ത്, ഈ മോഷണത്തിനപ്പുറത്തേക്ക് പോലീസുകാരെ മാനം കെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി കള്ളന്മാർക്കുണ്ടോ എന്ന് സംശയം തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.